ഹലോ, ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. മിക്കൂസിൻ്റെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യണം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഉച്ചയ്ക്ക് പോയി ഷോപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ മഴ ചതിച്ചു. അതുകൊണ്ട് ഇനിയിപ്പം മഴയൊക്കെ തോന്നിട്ട് ഈവനിങ്ങിലേ പോകാൻ പറ്റും. ഞാച്ചി മോനോടിരുന്ന് മഴയൊക്കെ നല്ലതായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ നിന്ന് ആസ്വദിക്കട്ടെ. ഇന്ന് നല്ല പൊതിച്ചേറ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ പോയി നല്ല പൊതിച്ചേറൊക്കെ കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതുപോലെ മഴയും പൊതിച്ചേറും, ആഹാ എന്താ ഒരു ടേസ്റ്റ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ടേ, കാണാത്തരൊന്ന് പോയി കണ്ടേക്കണേ. ഞാൻ ചോറ് കഴിച്ച് എണീറ്റപ്പോഴത്തേക്കും മഴയൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. മിക്കൂസ് അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി, സൈക്കിൾ ഓട്ടകം. 2 ദിവസമായിട്ട് സൈക്കിൾ കുറച്ച് പണിമുടക്കായിരുന്നു. അങ്ങനെ അപ്പാപ്പൻ പോയി സൈക്കിളൊക്കെ ശരിയാക്കിക്കൊണ്ട് വന്നതിൻ്റെ സന്തോഷമാണ് ആ മുഖത്തുള്ളത്. കൊള്ളാവോ മിക്കോ? ശരിയായോ? എന്തായാലും ആളിപ്പോൾ ഹാപ്പി ആയിട്ടോ. 2 ദിവസമായിട്ട് മിക്കൂട്ടം ഭയങ്കര ഡള്ളായിരുന്നു. ഇന്നാണ് കേട്ടോ സൈക്കിൾ ശരിയാക്കി കിട്ടിയത്. അപ്പോൾ അവൻ്റെ സൈക്കിളോടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു പേരയ്ക്ക് റെഡിയായി നിൽക്കുന്നത് കണ്ടത്. കുറച്ച് ദിവസമായി ഇത് കവറൊക്കെ കെട്ടിയിട്ടിട്ട്. പക്ഷേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കഴിക്കാൻ പറ്റുന്ന പാകമാണ്. ഇനത്തിലെ പേരയ്ക്കയാണ്, ബഡ്ഡിങ് തൈയാണ്. ഒരു വർഷം എടുത്തില്ല, അതിനു മുന്നേ നല്ല കായ്ഫലം കിട്ടി തുടങ്ങി എനിക്ക് പക്ഷേ ഇത് കണ്ടിട്ട് വെള്ളം കയറിയൊരു മട്ടമുണ്ട്. കഴിഞ്ഞ വട്ടവും ഇതുപോലെ അതിനകത്ത് വെള്ളം ഒരുപാട് കയറി കഴിക്കാൻ പറ്റുന്നൊരു കണ്ടീഷൻ ഇല്ലായിരുന്നു. ചെറുതായിട്ട് പുഴുവൊക്കെ ആയി തുടങ്ങി. ഇപ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട്, നല്ല കായും വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര ഫലവത്താവും എന്നറിയില്ല, എത്ര എണ്ണം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. നല്ല വലുതാവും. പേരെനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ. ഞങ്ങളിവിടെ അടുത്തൊരു ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നട്ടതാണ്. അങ്ങനെ മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 4-4:30 ആയിട്ടുണ്ട്. ഞാനും മീനും കൂടെ പോയിട്ട് ഓയിൽ പോയി കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ എടുക്കണം. വീട്ടു സാധനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് വേണം മിക്കൂടിന് ഡ്രസ്സും ബുക്സും ഒക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം ആദ്യം സാധനമെല്ലാം വാങ്ങിച്ച് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. നമ്മളിങ്ങനെ എപ്പോഴും വ്ളോഗ് എടുക്കുക, ക്യാമറ ഓൺ ചെയ്യാമെന്ന് ഓർക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പല ഷോട്ടുകളും കിട്ടിയിട്ടില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പോയി മിക്കൂടിന് ഡ്രസ്സും ബുക്സും ടിഫിൻ ബോക്സും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായതുകൊണ്ട് മോളെ വീട്ടിലാക്കിയിട്ടല്ലേ വന്നേ. അപ്പോൾ അവൾ കരയുമെന്നുള്ള വെപ്രാളത്തിൽ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. നല്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും മിക്കൂസ് ഐസ്ക്രീം എവിടെയെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം എല്ലാം തട്ടിയിട്ട് അവൻ ആവശ്യമുള്ള ഒരേ ഒരു ഐസ്ക്രീം മാത്രമേ അവൾ എടുക്കത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇന്ന് മീനുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ വന്ന വഴിക്ക് കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം അവർ 3 പേരും കൂടി ഇന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയൊരു സെലിബ്രേഷൻ അത്രമാത്രം ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് മിക്കൂട്ടം പോയി 2 റൗണ്ട് സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വന്നപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നേരത്തെ ഉറങ്ങി കേട്ടോ. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഉണർത്താനുള്ള വെപ്രാളത്തിലാണ് നിധിക്ക് അവനെ ഉണർത്തി അല്ലാതെ ഒരു സമാധാനവും കിട്ടത്തില്ല. പഠിച്ച പണി 18 അവൾ നോക്കിയിട്ടും അവൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ മിക്കൂസും നിധിയൊക്കെ ഉറങ്ങി. ഇനിയിപ്പം എൻ്റെ സ്ഥിരം പരിപാടിയാണ് നൈറ്റ് അവരെല്ലാം ഉറങ്ങുമ്പോഴാണ് ഞാൻ എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക. എത്ര സബ്സ്ക്രൈബേഴ്സായി, എത്ര വ്യൂസായി എന്നൊക്കെ ഞാൻ അപ്പോഴാണ് ചെക്ക് ചെയ്യുക. അപ്പം ഡെയിലി റൊട്ടീനാണ് കേട്ടോ. ഇതിപ്പോൾ അപ്പം യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ടുള്ള ഒരു നൈറ്റ് പരിപാടിയാണിത്. സത്യത്തിൽ എനിക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും വ്യൂസ് കൂടുമ്പോഴും ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ഇടാൻ നല്ല ഒരു ഉത്സാഹം വരും, ഒരു മോട്ടിവേഷനാണ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. പിന്നെ മഴയൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഹാപ്പിയായി സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ.